ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാനിന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിയമാവർത്തന പുസ്തകം വായന 30-ാം അധ്യായം 19-ാം തിരുവചനം. തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. നമുക്ക് നോക്കാം. അമ്മയോടൊത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ശിഷ്യരുടെ വലിയ പ്രതിസന്ധി അകന്നുപോയത്. യൂദാസിൻ്റെ മരണശേഷം ആരെയാണ് പുതിയത് തിരഞ്ഞെടുക്കുക എന്ന ആശങ്ക തെല്ലൊന്നുമല്ല അവരെ അസ്വസ്ഥതപ്പെടുത്തിയത്. ആ അസ്വസ്ഥതകൾക്കെല്ലാം വിരാമം ഇട്ടത് മറിയമാണ്. മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചു തിരഞ്ഞെടുത്തപ്പോഴാണ് മത്തിയാസ് ശിഷ്യഗണത്തിൽ ചേർക്കപ്പെട്ടത്. നടപടി പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അവർ കുറിയിട്ടു മത്യാസിന് കുറി വീണു. 11 അപ്പോസ്തലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ഈ തിരഞ്ഞെടുപ്പ് സുന്ദരമായി വർണ്ണിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളെല്ലാം പാളിപ്പോകുന്നതിൻ്റെ കാരണം അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ പോകുന്നത് തന്നെയാണ്. ക്ഷണക്കത്ത് മറിയത്തിന് കൊടുത്തതുകൊണ്ട് വലിയ അപമാനത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുടുംബമാണ് കാനായിലെ കുടുംബം. എന്ത് പ്രവൃത്തി ചെയ്യും മുൻപ് ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം സ്വകാര്യമായി പറയാം. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ഒരു തിരി തെളിയിക്കും. കഴുത്തിലെ ജപമാല കയ്യിലെടുത്ത് ഒരു ജപമാല ചൊല്ലും. മാതാവേ, എന്നെ സഹായിക്കണേ, എൻ്റെ പദ്ധതികൾ ഫലമനയിക്കണേ, 100 മേനി കൊയ്യാൻ ഇട നൽകണേ. ഇത്രയും പറഞ്ഞ് അമ്മയെ തിരഞ്ഞെടുത്ത് അമ്മയോടൊപ്പം തുടങ്ങിയ സംരംഭങ്ങൾ ഒന്നും ശൂന്യമായി പോയില്ലെന്ന് മാത്രമല്ല, വിജയങ്ങൾ അമ്മ കൊണ്ടുവന്ന് തന്നിട്ടുമുണ്ട്. അമ്മയെ തിരഞ്ഞെടുക്കാം, നമുക്ക് രക്ഷയുടെ തീരം തേടാം. നമ്മൾ പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് സുരക്ഷിതമാണ്. വിശുദ്ധ ജോൺ ബർക്കുമെൻസിൻ്റെ വാക്കുകളാണ്. വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം, വചനമനുസരിച്ച് ജീവിക്കാം. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.